ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വീടിൻ്റെ പിൻഭാഗത്താണ് ഇന്നത്തെ ഷൂട്ടിംഗ് മൊത്തം നടക്കുന്നത്. അപ്പോൾ എന്താണ് അവിടെ പരിപാടി നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതൊരു കൂട്ടായ പരിശ്രമമാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. ഭയങ്കര പരിപാടികളാണ്. അപ്പോൾ എന്താണെന്ന് കാണിച്ചു തരാം. അമ്മ ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. അനുരാജും മുകേഷേട്ടനും കൂടെ പണി തുടങ്ങിയിട്ടുണ്ട്. സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആക്രി സാധനങ്ങളൊക്കെ ഒന്ന് പറക്കി കൂട്ടിയെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അച്ഛനും അമ്മ, മുകേഷേട്ടൻ, അനുരാജ്, ശിവകുട്ടൻ മാത്രമില്ല. സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ സ്കൂളിൽ പോയിരിക്കുവാണ്. സുന്ദരിയുടെ ചാട്ടം കണ്ടോ. സുന്ദരിയും നമ്മുടെ വില്ലം പൂവങ്കോഴി എല്ലാം ഈ സ്ഥലത്ത് തന്നെ കിടന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്തോ ഭയങ്കര പരിപാടി നടക്കുവാന്ന് വിചാരിച്ചിട്ട്. ഇതിനകത്ത് നല്ല പൊടിയുണ്ട് കേട്ടോ. ഇതിന്റെ പൊടിയെല്ലാം കൂടെ അടിച്ചിട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് തൊണ്ടയും മൂക്കും ഒക്കെ അടച്ചിട്ടുണ്ട്. അപ്പൊ ശിവക്കുട്ടൻ വരുന്നതിന് മുമ്പ് ഈ പൊടിയൊക്കെ ഒതുക്കി അവന്റെ കുറച്ച് ടോയ്സും ഒക്കെ കൊടുക്കാനുണ്ട് കേട്ടോ. പഴയ പൊട്ടിപ്പൊളിച്ച് കുറച്ച് ടോയ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് ചിലപ്പോൾ അവൻ വന്നു കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ല. അപ്പൊ അതിന് മുമ്പ് എല്ലാം തട്ടിപ്പറക്കി ചാക്കിലാക്കി കയറ്റണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. ഓൾറെഡി ഇത് കുറെ ചാക്കിലാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. പണ്ട് ഓരോരോ പല സമയത്തായിട്ട് വെച്ച സാധനങ്ങളാണ്. കാരണം ശിവയുടെ കുറെ ടോയ്സ് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ അവർ 1-2 വയസ്സൊക്കെ ഉള്ളപ്പോഴൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ പൊട്ടിപ്പൊളിച്ചിരിക്കുകയാണെങ്കിൽ ശിവയ്ക്ക് ഇതൊന്നും കൊടുക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ അവ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തട്ടി തലോടിയൊക്കെ പോകുന്ന സാധനങ്ങളാണ്. അപ്പൊ ഞങ്ങൾ ഇത് പറക്കിയെടുത്ത് നമ്മുടെ വീടും വൃത്തിയാവും, കാശും കിട്ടുമല്ലോ. അങ്ങനെയുള്ള പരിപാടിയിലാണ്. അതൊക്കെ സോർട്ട് ചെയ്യുകയാണ് കേട്ടോ. പ്ലാസ്റ്റിക് എല്ലാം ഒരെണ്ണത്തില്, പിന്നെ മറ്റേ കമ്പിയും അങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഒക്കെ ഒരു സാധനത്തില് ഒരു ഇതിലെ ചാക്കിലൊക്കെ ആക്കുവാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പണി തീർക്കാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ സംഗതി നീങ്ങത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് കണ്ടോ, പഴയ കുറെ സാധനങ്ങളൊക്കെ കിട്ടും. നോക്കിയ ഫോണാണ് ഇത്. ഇപ്പോഴൊക്കെ ഇത് ആരുടെയും കയ്യിലില്ല. അപ്പൊ ഇത് പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. എന്തോ കിട്ടിയ ഒരു ഇയർഫോണാണ് കേട്ടോ. ഫോണിലൂടെ അത് ഉപയോഗിച്ചിട്ടേ ഇല്ലാത്തൊരു സാധനം. ഇത് പഴയ ഒരു മുറം. ഇതൊക്കെ ഉപയോഗിച്ച ഓർമ്മ പോലും കിട്ടുന്നില്ല എന്നായിരുന്നു എന്നുള്ളത്. ഇത് കണ്ട ഈ അലുമിനിയം പാത്രം, ഇതൊക്കെ പണ്ടെന്നോ ഉപയോഗിച്ചതായിരിക്കാം കേട്ടോ. അപ്പൊ ഒത്തിരി കാലമായിട്ട് ഇത് ഉപയോഗിക്കാതൊക്കെ ഇരുന്ന് ഇത് ദ്രവിച്ച് തുളയൊക്കെ വീണിരിക്കുന്നത്. ഇത് ഞാൻ ഒരുപാട് കാലം കൊണ്ട് തിരക്കിടക്കി എവിടാന്ന് അറിയാൻ വയ്യ. നമ്മുടെ എക്സസൈസ് ചെയ്യുന്ന ഈ ഒരു സംഗതി ഇല്ലേ നമ്മുടെ തറയിൽ ഫിറ്റ് ചെയ്തിട്ട്, അപ്പൊ ഇത് എവിടാന്ന് അറിയാൻ വയ്യാതിരുന്നതാണ്. ഇത് മുകേഷന്റെ പഴയൊരു ഹെൽമെറ്റ് ആണ് കേട്ടോ. ഇപ്പൊ ഇത് കാണുമ്പോൾ ഭയങ്കര കോമഡിയാണ്. ഇത് ഒരുപാട് കാലം ഉപയോഗിച്ചതാണ് കേട്ടോ. നല്ലൊരു ഹെൽമെറ്റ് ആയിരുന്നു. പിന്നെ വേണ്ട സൈറ്റിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന കുറെ സാധനങ്ങളാണ്. ഇത് നമ്മൾ ഉപയോഗിക്കാത്ത പഴയ മോഡൽ ഒരു ഫ്ലഷ് ടാങ്ക് ആണ്. അതൊന്നും ഉപയോഗിച്ചിട്ടില്ലായിരുന്നു, എന്തോ കംപ്ലൈന്റ് ആയത് കാരണം. പിന്നീട് വേണ്ട മുകേഷ് ചേട്ടൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ബൾബ്. ഇങ്ങനെ ഞങ്ങൾ ഓരോരോ സാധനങ്ങൾ എടുക്കുമ്പോഴും ഉണ്ടല്ലോ നമുക്ക് അതിനകത്തൊരു 100 കഥകൾ പറയാനുണ്ടാവും. അത് കാരണം ഞങ്ങൾ അതിന്റെ തമാശയും അതിന്റെ കഥ പറച്ചിലും ഒക്കെ ആയിട്ട് കുറേ സമയം പോയി കേട്ടോ. മുകേഷേട്ടന് കൈയൊക്കെ വയ്യാത്തോണ്ടേ, മറ്റേ കൈ ഫ്രാക്ചർ ഒക്കെ ആയിരുന്നല്ലേ, ഇപ്പൊ റെഡിയായി വരുന്നതേ ഉള്ളൂ. അപ്പൊ അനുരാജിനാണ് ഒരുവിധപ്പെട്ട പണി മൊത്തം കിട്ടിയിരിക്കുന്നത്. അതായത് നമ്മളെ പഴയ ഫ്രിഡ്ജിന്റെ മറ്റേ വെജിറ്റബിൾ ഒക്കെ വെക്കുന്ന ഒരു ബോക്സ് ആണ്. അടുത്ത ചാക്ക് പൊട്ടിക്കാനാണ് അടുത്ത ചാക്ക് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെ അമ്മ ചെയ്യുന്നുണ്ടോ. അമ്മ അതേ കോഴിക്കൂട്ടിൽ മുട്ട വല്ലതും ഉണ്ടോ എന്ന് അവിടെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേനും അമ്മയ്ക്ക് ഭയങ്കര നാണമായിട്ട്. അങ്ങനെ ഈ പുതിയ ചാക്ക് പൊട്ടിച്ചതിനകത്ത് മൊത്തം ശിവയുടെ ടോയ്സ് ആണ് കേട്ടോ. അതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റുന്ന വല്ലതൊക്കെ ഉണ്ടോന്ന് മുകേഷ് ചേട്ടൻ നോക്കുവാണ്. അതിനൊക്കെ ഓരോന്ന് ഒരു വീല് പോയത് ഇല്ല. അപ്പൊ ഒരു വീലൊക്കെ പോകുമ്പോഴത്തേനും കമ്പിയൊക്കെ പൊങ്ങിയിരിക്കുന്ന കാരണം നമ്മളെടുത്ത് മാറ്റുന്നതാണ് കേട്ടോ. അപ്പൊ അവൻ അതൊക്കെ വെച്ച് കളിക്കാൻ വലിയ ഇഷ്ടമാണ്. പഴയ ടോയ്സ് ഒന്നും അവൻ കളയാൻ സമ്മതിക്കത്തില്ല. അതെല്ലാം അവന് വേണം. അങ്ങനെ ഞങ്ങൾ ചാക്കി കെട്ടി മാറ്റി വെച്ചിരുന്നതാ കുറച്ച് അപകടം പിടിച്ച സാധനങ്ങളൊക്കെ. അപ്പൊ ശിവ വന്ന് കാണുകയാണെങ്കിൽ ഇതൊന്നും കൊടുക്കാൻ അവൻ സമ്മതിക്കത്തില്ല. അങ്ങനെ തട്ടിയിട്ട് മുകേഷ് ചേട്ടൻ അവന്റെ ഒരു പന്തൊക്കെ എടുത്ത് വെച്ച് കളിക്കുവാണ്. ശിവ വരുന്നതിന് മുമ്പ് തീർക്കണമെന്ന് വിചാരിച്ചെങ്കിലും പണി പാളി. ശിവ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോഴത്തേനും ശിവ ആകെ അവിടെ പരതി നടക്കുകയാണ് കേട്ടോ. എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത്, എന്റേത് വല്ലതും കൊടുക്കുന്നുണ്ടോ, എന്റെ ടോയ് ഒന്നും കൊടുക്കല്ലേ അച്ചായി എന്നൊക്കെയാണ് ശിവ പറയുന്നത്. ഇതൊക്കെ പഴയ സാധനങ്ങളാണെന്നും പറഞ്ഞിട്ട് അവന് അത്രയ്ക്ക് അങ്ങോട്ട് ഏൽക്കുന്നില്ല കേട്ടോ. അവൻ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് പറക്കിയെടുത്ത് നോക്കുവാണ്. ഇതെന്താണ്, കളിക്കാൻ പറ്റുന്നതാണോ, ഉപയോഗിക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ ഓരോന്നും മുകേഷാറിനെ കൊണ്ട് പറക്കി എടുപ്പിച്ച് നോക്കുവാണ് കേട്ടോ. അവനിങ്ങനെ ഈ സാധനങ്ങളൊന്നും കൊടുക്കുന്നത് ഇഷ്ടമല്ല, അതൊന്നും കളയുന്നത് ഇഷ്ടമല്ല. ഇത് ഓരോന്നിനും അവൻ ഓരോ കഥ പറയും. ഇത് ആര് മേടിച്ചു തന്നേ, ഇത് എവിടുന്ന് മേടിച്ചു തന്നേ എന്നൊക്കെ പറയുവാണ്. അനുരാജിന്റെ പണികളൊന്നും അവസാനിക്കുന്നില്ല കേട്ടോ. അതാണ്ട് പഴയ കമ്പികളൊക്കെ എടുത്ത് കൂട്ടിക്കെട്ടുവാണ് പാവം. എത്ര പണിയെടുത്തിട്ടും തീരുന്നില്ലല്ലോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. സത്യത്തിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളെക്കാൾ കൂടുതൽ ആക്രി സാധനങ്ങളാണെന്ന് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. അങ്ങനെ ഒരു വിധ സാധനങ്ങളൊക്കെ ചാക്കി കെട്ടി ഒരു മൂലക്കോട്ട് ഒതുക്കിയപ്പോഴത്തേനും ഒരു ചാക്കിനകത്തിരുന്ന ടോയ്സ് എല്ലാം കൂടെ ശിവ പറക്കി ഇറക്കി കഴിഞ്ഞു കേട്ടോ. ഇത് കൊള്ളാം, ഇതിനകത്ത് 4 വീലുണ്ട്, ഇത് വലുതായിട്ട് പൊട്ടിയിട്ടില്ല, ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാന്നൊക്കെ പറഞ്ഞ് അവരൊരു ട്രേ നിറച്ചിട്ടുണ്ട്.
അങ്ങനെ കൈ കിട്ടിയതൊക്കെ എടുത്ത് അവര് വേണ്ടുന്നതും കൊടുത്ത് ബാക്കിയുള്ളതെല്ലാം കൂടെ ചാക്കി കെട്ടി ഒരു തെങ്ങുകുടിയിലേക്ക് ഇട്ടിരിക്കും. ഇനി ചാക്കി കെട്ടാൻ പറ്റാത്ത കുറെ കമ്പിയും പൈപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അതും മറ്റേ പറ്റുന്ന രീതിയിലൊക്കെ ഒരു വള്ളി വെച്ചൊക്കെ ചുറ്റി കെട്ടി ഒരു മൂലയ്ക്ക് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് മുകേഷേട്ടനും അനുരാജും കൂടെ നല്ലൊരു ഫാനായിരുന്നു, അത് ഇളക്കി ഈ പരുവാക്കി എടുത്തിട്ടുണ്ട്. ഈ ഊഞ്ഞാല് കണ്ടോ, ഇത് നല്ല ഭംഗിയുള്ള ഒരു ഊഞ്ഞാലായിരുന്നു കേട്ടോ. ഇത് അച്ഛന്റെ ഒരു ഫ്രണ്ട്, തൃശ്ശൂരുള്ള ഒരു ഫ്രണ്ട് ശിവയ്ക്ക് വേണ്ടിയിട്ട് അയച്ചു തന്നതാണ്. ഇവ ചെറിയ പരുവത്തിൽ കുഞ്ഞായിരുന്ന സമയത്ത് എപ്പോഴും ഈ ഊഞ്ഞാലിൽ തന്നെ ആയിരുന്നു. ഞാനില്ലാത്തപ്പോഴൊക്കെ അച്ഛനും അമ്മയും കൂടെ അവരെ ഈ ഊഞ്ഞാലിൽ ഇരുത്തിയായിരുന്നു ഉറക്കുന്നതൊക്കെ. അപ്പൊ അത് കൂടാഞ്ഞിട്ട് ആ കുറെ വീണ്ടും ഇരിക്കുന്നു. ഒരുവിധം ഒതുങ്ങിയെന്ന് വിചാരിച്ചിരിക്കുമ്പോ ഉണ്ടല്ലോ എവിടെങ്കിലും ഒരു മൂലയ്ക്ക് കുറെ സാധനങ്ങൾ വീണ്ടും കാണും. അങ്ങനെ ഈ റിങ്ങിലിരുന്ന സാധനങ്ങളെല്ലാം കൂടെ ഞങ്ങൾ പറക്കി ഒതുക്കിയാണ് കേട്ടോ. സുന്ദരി ആണെങ്കിൽ വീണ്ടും അതിനകത്ത് കിടന്ന് തപ്പി പറക്കുവാണ്, ഇനിയും വല്ലതും കാണുമെന്ന് വിചാരിച്ച്. ഈ മൊന്ത ഉണ്ടോ, ഇത് ഞങ്ങള് ഒരുപാട് പഴക്കമൊന്നുമില്ല, അത് കുറച്ച് ഉപയോഗിച്ചപ്പോഴത്തേനും അതിനകത്ത് ഒരു ഓട്ട വീണിട്ട് ഞങ്ങള് കളഞ്ഞതാണ്. അപ്പൊ അത് ഈ റിങ്ങിനകത്തായിരുന്നു തോന്നുന്നു കൊണ്ടിട്ടത്. ഇപ്പൊ ഇതിനകത്ത് എന്തോ ഒരു സാധനം കയറിയിരിക്കുന്നു കേട്ടോ. ഇത് എന്താണെന്ന് അറിയാൻ വയ്യ, ഒന്ന് നോക്കിക്കോട്ടെ. സംഗതി എന്താന്ന് എനിക്ക് അങ്ങോട്ട് കൃത്യമായിട്ട് പിടികിട്ടില്ല കേട്ടോ. ഇത്തിരി സമയമെടുത്ത്. പക്ഷെ ഇതെന്താന്നുള്ളത് മുകേഷേട്ടനാണ് എനിക്ക് പറഞ്ഞു തന്നത് കേട്ടോ. എനിക്ക് അല്ലെങ്കിലും ഇച്ചിരി ട്യൂബിലായിട്ടാ കുറച്ച് സമയം എടുക്കും കത്താനായിട്ട്. ഇപ്പൊ നമ്മുടെ ക്രിസ്മസ് ട്രീക്കകത്തിടുന്ന സാന്റാക്ലോസ് ഇല്ലേ, അപ്പൊ അതിന്റെ പപ്പും പൂടെയൊക്കെ പോയിട്ടുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഇതാണ് കേട്ടോ. ഇത് കൊള്ളാം അല്ലേ, നല്ല ഭംഗിയുണ്ട്. പണ്ട് ഇങ്ങനെ ഈ ഒരു മെറ്റീരിയലിൽ വരുന്ന പാവയൊക്കെ ഉണ്ടായിരുന്നല്ലോ, മുടിയൊക്കെ ഉള്ള. അപ്പൊ എനിക്ക് അതുപോലെയാണ് കേട്ടോ തോന്നിയത്. ശിവയുടെ ആദ്യത്തെ സൈക്കിളാണ് ഇത് കേട്ടോ. ഇത് നമ്മള് ഇത് നോക്കിക്കഴിഞ്ഞാല് എല്ലാ ശിവയ്ക്ക് ഫസ്റ്റ് ബർത്ത്ഡേക്ക് കിട്ടിയ കുറേ ടോയ്സ്, ശിവ ആദ്യമായിട്ട് ഉപയോഗിച്ച കൊട. എനിക്ക് ഓർമ്മ വരുന്നത് ഒരു സിനിമയ്ക്കകത്ത് ഉർവശി പറയുമല്ലോ, ഇതാദ്യമായിട്ട് മാവിലിറങ്ങിയ കല്ല് എന്നൊക്കെ പറയുന്ന കണക്ക് എനിക്ക് ഇതൊക്കെ പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ശിവയുടെ ആദ്യത്തെ കസേര. ഇതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയാണ് കേട്ടോ. നമുക്ക് ഒരുപാട് മെമ്മറീസ് ഉള്ള സംഗതികളാ. ഈ പെട്ടി എന്താ, ഒരുപാട് ചരിത്ര കഥകൾ പറയാനുള്ള ഒരു പെട്ടിയായത് കേട്ടോ. കുവൈറ്റ് യുദ്ധകാലത്ത് അച്ഛൻ അവിടെ ഉണ്ടായിരുന്നപ്പോ ഈ പെട്ടി കൊണ്ട് അച്ഛൻ തിരിച്ചു വന്നത്. ജോർദാനും ഇറാഖും ഒക്കെ കറങ്ങിയ ഒരു പെട്ടിയായത്. അങ്ങനെ പകല് മുഴുവൻ വീട്ടിൽ പണിയെടുത്തതിന് ശേഷം സന്ധ്യയായി ഞങ്ങള് വിലയിലുള്ള സാധനങ്ങളൊക്കെ പറക്കാൻ വന്നപ്പോഴത്തേന്. അതുകൊണ്ട് ഈ വീഡിയോയ്ക്കൊക്കെ ഒരു ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ. അപ്പോ ശിവയും ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ പറക്കുന്നതിന് വേണ്ടിയിട്ട്. കമ്പിയും കൊണ്ട് വരുവാണ്. പിന്നെ അവിടുന്ന് കിട്ടിയ 1-2 തേങ്ങയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ വണ്ടിക്കകത്ത് പറക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ പിന്നെ കുറച്ച് എളുപ്പം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇവിടെ നമ്മൾ നേരത്തെ തന്നെ ചാക്കിലാക്കിയൊക്കെ വെച്ചിരിക്കുക. അധികം മറ്റേ പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും ഇല്ലല്ലോ, പണിസ്ഥലത്തെ സാധനങ്ങളൊക്കെ സൈറ്റിൽ നിന്നൊക്കെ വരുന്ന കമ്പിയൊക്കെ ഉള്ളു. അപ്പൊ അതുമൊക്കെ പറക്കി വണ്ടിക്കകത്ത് ഇട്ടോണ്ടാണ് ഞങ്ങൾ പോരുന്നത്. അപ്പൊ അവരെല്ലാരും കൂടെ പണിയെടുക്കുന്ന സമയത്ത് ഞാൻ പോയി അച്ഛന്റെ കൃഷിസ്ഥലത്തെ കാഴ്ചകളൊക്കെ കാണുമായിരുന്നു. വാഴക്കൊലയും പച്ചക്കറിയും അതുമൊക്കെ നോക്കി എത്രയായി വിളയാറായോ എന്നൊക്കെ നോക്കിയിട്ട് വന്നപ്പോഴത്തേനും മുകേഷേട്ടനൊക്കെ ഇതൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് സമയം നിൽക്കാൻ പറ്റത്തില്ല, സന്ധ്യ ആയതുകൊണ്ടേ വെട്ടമൊക്കെ കുറവല്ലേ. അപ്പൊ എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. ഇന്നിനിയിപ്പൊ എന്തായാലും ഇത് വിൽക്കാൻ കൊണ്ടുപോലും നടക്കത്തില്ല. ഇപ്പൊ സന്ധ്യ ആയതുകൊണ്ടേ പാടായിരിക്കും. അപ്പൊ നമുക്ക് എല്ലാം കൂടെ പാക്ക് ചെയ്ത് അടുത്ത ദിവസം രാവിലെ കൊണ്ടുപോകാന്നുള്ളൊരു പരിപാടിയിലാണ്. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ സാധനങ്ങളെല്ലാം വണ്ടിക്കകത്ത് കയറ്റി വെച്ച് കേട്ടോ. വലിയൊരു ടാങ്ക് ഉണ്ട്. ഈ ടാങ്ക് വെള്ളമൊക്കെ നിറച്ച് വെക്കുന്നതായിരുന്നു, പക്ഷെ ഇത് പൊട്ടിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി സെറ്റായിട്ട് നിൽക്കുവാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ പോയി വിൽക്കാനായിട്ട്. ഇനി എത്ര രൂപ കിട്ടുമെന്ന് അറിയണ്ടേ. അപ്പൊ ഞങ്ങൾ എല്ലാവരും, അച്ഛനും അമ്മയും ഞാനും മുകേഷനും എല്ലാം ഓരോ റേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ആകാംക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും. അങ്ങനെ വേണ്ട ഞാനും മുകേഷനും ശിവയും അനുരാജും കൂടാണ് സാധനങ്ങൾ കൊടുക്കാനായിട്ട് പോയത് കേട്ടോ. അപ്പൊ നമുക്ക് അറിയാവുന്നൊരു കടയിൽ തന്നെയാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. ഈ പഴയ സാധനങ്ങളൊക്കെ പറക്കി മാറ്റിയപ്പോഴത്തേനെ വീടിന് തന്നെ ശരിക്കും ഒരു വെട്ടം വീണ കണക്കായിപ്പോ. ഇത്രയും പഴയ സാധനങ്ങളെ നമ്മൾ ഡെയിലി ഇതൊക്കെ കാണുന്നത് കൊണ്ട് തോന്നത്തില്ല. പറക്കി ഒതുക്കാൻ തുടങ്ങിയപ്പോഴത്തേനാണ് ഇത്രയധികം സാധനങ്ങൾ പഴയതാണെന്നുള്ളത് മനസ്സിലായത് കേട്ടോ. അടുത്ത ആകാംക്ഷ എന്ന് പറയുന്നത് ഇതിന് എത്ര രൂപ കിട്ടുമെന്നുള്ളത്. അങ്ങനെ സാധനം തൂക്കി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ എല്ലാം കണ്ട വെയിങ് മെഷീനകത്ത് ഇരിക്കുകയാണ് കേട്ടോ. ഒടുവിൽ വീട്ടിലെ പഴയ സാധനങ്ങൾ കൊടുത്ത് ഞാൻ പണക്കാരിയായി സുഹൃത്തുക്കളെ, ഞാൻ പണക്കാരിയായി. എനിക്ക് 11,000 രൂപയാണ് കിട്ടിയത് കേട്ടോ. 11,000 വീട്ടിലെ പഴയ സാധനം വിറ്റ് ഞാൻ പണക്കാരിയായിട്ടുണ്ട്. അപ്പൊ ഇനി ആരും വീട്ടില് വേസ്റ്റ് കൂട്ടിയിടണ്ട, നമുക്ക് വിറ്റ് കാശുകാരാകാം. അപ്പൊ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോയെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.